Hi friends, Assalamu alaikum. Welcome back to our channel. ഇന്നത്തെ റെസിപ്പി ഡോണറ്റിൻ്റെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇപ്പോൾ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതാ നേരത്തെ മാവ് കുഴച്ചെടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ എന്ന് പറയുന്നത് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാട്ടോ. ഓയിൽ ഈ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. അപ്പോൾ വിൻ്റർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇവിടെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പരത്തിയെടുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ നമ്മളിനി കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് എളുപ്പത്തിന് ഞാനിതിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. ഇതുപോലെ 1/2 ഇഞ്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് ഈ മാവിന് മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനുള്ളിൽ ഒരു ചെറിയ അടപ്പ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോസിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഡോണറ്റ് മുങ്ങിക്കെടുക്കാൻ തരത്തിലുള്ള ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓയിലൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡോണറ്റൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ മെൽറ്റ് ആക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിൽ നിന്നിപ്പോൾ ഒരു 3 ഡോണറ്റ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് ഡോണറ്റ് ഡിപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതിലൊരു 3 ഡോണറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്